ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. രാവിലത്തെ നമ്മുടെ കുക്കിങ് ക്ലീനിങ് അതൊക്കെ തന്നെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു മുറ്റത്തിലൂടെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കും കേട്ടോ. ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെയാണ് കിച്ചണിലോട്ട് കയറുക കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പതിവ് റൊട്ടീൻ തന്നെ. രാവിലെ എഴുന്നേൽക്കുക ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ സ്ത്രീകൾക്ക് ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആ ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് നമ്മുടെ ക്ലീനിങ് പ്രോസസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് എത്ര തലേ ദിവസം എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ ഇഴജന്തുക്കൾ അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, പാറ്റയും പല്ലിയൊക്കെ ഇല്ലാത്ത വീടുകളില്ല. അപ്പോൾ എന്നാൽ കൂടി തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റാലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം നന്നായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ക്ലീനിങ് കഴിയാതെ ഞാൻ കുക്കിങ്ങിലോട്ട് എന്തായാലും ഞാൻ കിടക്കത്തില്ല. അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തലേ ദിവസം വാർന്നു വെച്ച പാത്രങ്ങളില്ലേ, കഴുകി വാർന്നു വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ആ ഒരു റാക്കിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇത് ഇന്നും കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴുകലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ചായ തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റാണ് എഴുന്നേറ്റത്. മോൻ ക്ലാസ്സിൽ പോയില്ല. മോൾക്ക് ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൻ പോകാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റാണ് എഴുന്നേറ്റത്. ഞാൻ എഴുന്നേറ്റൊപ്പം തന്നെ മോളും എഴുന്നേറ്റു. മോൾക്കൊന്ന് പോർഷൻസൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാമെല്ലാം വിചാരിച്ചിട്ട് അവളും എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ച് ആദ്യം തന്നെ ഞാൻ അവൾക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കുക എന്നുള്ളതിൽ പെട്ടെന്ന് അത് തിളപ്പിച്ച് മാറ്റാണ്. പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് രാവിലെ എഴുന്നേൽക്കുക, ജോലി എടുക്കുക. ഞാൻ എൻ്റെ ഇപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്ന ടൈമിന് എനിക്കിങ്ങനെ സ്ലോ ആകും തോറും അപ്പോൾ ഞാൻ വിചാരിക്കും ഈ വർക്കിനൊക്കെ പോകുന്നവർ എന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. അവർ രാവിലെ എഴുന്നേറ്റ് അവരെല്ലാം എന്തെല്ലാം പണികൾ കഴിഞ്ഞിട്ടാണ് വർക്കിന് പോകുന്നത്. നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു വാല്യൂ അറിയില്ല. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ തീർത്താൽ മതി എന്നുള്ള മൈൻഡിൽ കുറച്ച് സ്ലോ ആക്കി വിടും. പക്ഷെ വർക്കിന് പോകുന്നവർക്ക് അവർക്ക് ആ ഒരു രീതിയിൽ എപ്പോഴും ടൈമിംഗ് ഉണ്ടാവും. അവർക്ക് എന്തായാലും ആ ഒരു ടൈമിൽ തീർക്കണമെന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ നാളല്ല കുറേ ദിവസങ്ങളായി ഇടിയപ്പം ഉണ്ടാക്കിയിട്ട്. കാരണം ഞാൻ ഈ സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തായാലും ഈ പണിക്ക് പോകില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ശനി ഞായർ ദിവസങ്ങളിലാണ് ഞാൻ കൂടുതലിത് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ലേറ്റായി എഴുന്നേൽക്കുകയും ചെയ്ത് മോനിന്ന് എന്തായാലും ക്ലാസ്സിലും പോകണില്ല. അപ്പോൾ ഇടിയപ്പം എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെള്ളം തിളപ്പിച്ച് മാറ്റിയിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. പൊതുവേ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സംഭവിക്കാറ് ഒന്ന് പൊടി ലൂസാവും പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിയപ്പം അത്ര കണ്ട് പെർഫെക്ഷനിൽ കിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഇനി വീഡിയോ എടുക്കുന്നുണ്ടാണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ഭാഗ്യത്തിന് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ നമ്മുടെ തട്ടുകളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് അതിൽ നിന്ന് വിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ തേങ്ങ ഇടലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും തേങ്ങ ഇടാതെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം തേങ്ങ ഇട്ടില്ലെങ്കിലും നമ്മൾ അതിൽ നിന്ന് വിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് വീണ്ടും ഇപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ തേങ്ങ ചെറിയ ടൈമൊന്നും കളയാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയില്ലേ പൊടി വാട്ടി നല്ല പെർഫെക്ഷനായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങോട്ട് എഫേർട്ട് എടുത്ത് അങ്ങോട്ട് ഊണേണ്ടി വന്നില്ല. അത്യാവശ്യം എനിക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പോരുന്നുണ്ടായിരുന്നു. അതും നല്ല കാണാനായിട്ടൊരു തെറ്റില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടുകയും ചെയ്തു. കണ്ടോ, എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ. ചില ടൈമിന് ഭയങ്കര ഒട്ടലും ഇതൊക്കെ ആയിട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒട്ടൽ അറിയാറില്ല. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എന്തോ പെർഫെക്ഷന് കിട്ടിയതുകൊണ്ട് തന്നെ ഒട്ടലില്ലാതെ കിട്ടുകയും ചെയ്തു. തേങ്ങ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ഒന്ന് ആവിയേറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇടിയപ്പമൊക്കെ ആവിയേറ്റിയെടുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ കറിയുടെ പ്രോസസ്സിലോട്ട് ഇതിന് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത് ഇടിയപ്പം എപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ പരിപ്പ് ഉണ്ടാക്കുന്നത്. കാരണം മോൾക്ക് അതാണ് ഇഷ്ടം. മോൾക്ക് ക്ലാസ്സിൽ അത് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഇനി ഞാൻ അതിലോട്ട് തന്നെ അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം ബാക്കി ലെഫ്റ്റ് ഓവർ കറികൾ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടാം. മോൾക്ക് അവളൊരു ഇത് പറഞ്ഞതല്ലേ, അപ്പോൾ അവൾക്ക് ഞാൻ അത് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പരിപ്പൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ച് അപ്പോഴേക്കും നമ്മൾ ഇടിയപ്പമൊക്കെ നല്ലോണം ആവി വന്നിട്ടുണ്ട്. അപ്പോൾ കറിയും വെന്ത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ആക്കാൻ മറക്കരുത്. ഓക്കെ, ബായ്.